ഹലോ, പെരുന്നാളിൻ്റെ രണ്ടാമത്തെ ദിവസം രാത്രിയിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ. നമുക്ക് കുറച്ച് കരിമീൻ കിട്ടി കേട്ടോ. അതുകൊണ്ട് തന്നെ കരിമീൻ്റെ കൂടെ കഴിക്കാനായിട്ട് കപ്പ പുഴുങ്ങിയത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ദേ നേരെ രാത്രി പോയി കപ്പ പുഴുതെടുത്തുകൊണ്ട് വന്ന് ദേ എല്ലാവരും തൊലിക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പം നന്നായിട്ട് വേവുന്ന കപ്പയാണ് കേട്ടോ. എനിക്ക് കപ്പ വാങ്ങിച്ചപ്പോൾ ഒരാളൊരു കമ്പ് തന്നെയാണ്, ഞാനത് കുഴിച്ചു വെച്ചു. എന്തായാലും അടിപൊളി, അൽഹംദുലില്ലാ, നല്ല കപ്പയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കരിമീൻ വൃത്തിയാക്കി എടുത്തിട്ടോ. ഭയങ്കര പാടാണ് കേട്ടോ കരിമീൻ വൃത്തിയാക്കാനായിട്ട്. അവസാനം ഞാൻ വൃത്തിയാക്കി എടുത്തു. മുളക് പൊടിയും മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകം, ഉപ്പ്, കുരുമുളക് പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ മിക്സിയുടെ ജാറിലേക്കിട്ട് അങ്ങോട്ട് ചതച്ചിട്ട് അതും അതിലേക്കിട്ട് ഒരിത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ട് കുഴച്ച് ഒരു അരമണിക്കൂർ അങ്ങോട്ട് മാറ്റി വെച്ചു കേട്ടോ. അതിനുശേഷം ഇതേ ഒരു പാനിലേക്ക് കുറച്ച് നാടൻ വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ട് കരിമീൻ അങ്ങോട്ട് പൊള്ളിച്ചെടുത്തു കേട്ടോ. ഒരുപാട് അങ്ങ് മൂത്ത് പോരുത് കേട്ടോ. ലൈറ്റായിട്ടൊന്ന് വെന്ത് കഴിയുമ്പം തന്നെ അങ്ങ് മാറ്റണം കേട്ടോ. അപ്പം എന്താ തിരിച്ച് മറിച്ചു വിട്ട് ഞാനതങ്ങ് റെഡിയാക്കി മാറ്റി വെച്ചു കേട്ടോ. ഇനി നമുക്ക് കരിമീനിലുള്ള അരപ്പ് തയ്യാറാക്കാം കേട്ടോ. അതിനായിട്ട് ഇതേ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ കരിമീൻ പൊള്ളിച്ച എണ്ണയില്ലേ, ആ എണ്ണയ്ക്കകത്ത് തന്നെ ഒരു ഇത്തിരി കടുകിന് വിട്ട് അതൊന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം കൂടി ഇട്ടത് നന്നായിട്ടൊന്ന് വാട്ടുക കേട്ടോ. ഒരുപാട് അങ്ങ് വാടിപ്പോകരുത് കേട്ടോ. ലൈറ്റായിട്ട് ഉള്ളിയൊന്ന് വാടുമ്പം തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കൂടി ചേർത്ത് അത് ചെറുതായിട്ട് തന്നെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ ഇതേ നാടൻ വാഴയില കട്ട് ചെയ്തെടുത്ത് വാട്ടി കുറച്ച് അരപ്പ് ആദ്യമേ വെച്ചിട്ട് പിന്നെ നമ്മളൊരു കരിമീൻ വെക്കുക കേട്ടോ. മൊത്തം 4 കരിമീൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം 4 ഇലയിലായിട്ട് ഇതാ സെറ്റ് ചെയ്യുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പം എന്തേ അടിയിൽ ആദ്യം ഫില്ലിങ് ഇട്ടു, പിന്നെ കരിമീൻ വെച്ച്, പിന്നെ ഫില്ലിങ് ഇട്ട് പൊതിഞ്ഞതിന് ശേഷം വാഴയിലതാ ഇതുപോലെ മടക്കി എടുത്തു കേട്ടോ. നാരില്ലായിരുന്നു കേട്ടോ, അതിന് പകരം നമ്മൾ നൂലിട്ട് ചുറ്റി വരിഞ്ഞെടുത്തു കേട്ടോ. എന്തായാലും സംഗതി സെറ്റായി. കപ്പയും ദേ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തേ നമ്മൾ 4 പൊതിയാക്കി എടുത്തു. ഇനി വീണ്ടും ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കണം കേട്ടോ. അപ്പം എന്തേ നമ്മൾ പതിവ് പോലെ ആഹാരം കഴിക്കാൻ ഇരിക്കുകയാണ്. അപ്പം എന്തേ വലിയൊരു താലത്തിനകത്ത് ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു, പിന്നെ അതേ 4 കരിമീൻ ചീനി പുഴുങ്ങിയത് കേട്ടോ. അപ്പം എന്തേ കരിമീൻ്റെ ഇല പൊളിക്കുമ്പം തന്നെ നല്ല മണമായിരുന്നു കേട്ടോ. അപ്പം എന്താ പൊതി അങ്ങോട്ട് തുറന്നതും അയനയുടെ വാപ്പ ആദ്യമേയും കഴിച്ചു കേട്ടോ. അയനക്കുട്ടി ചെറുതായിട്ടൊന്ന് പിണങ്ങി കേട്ടോ. പക്ഷേ അയനക്കുട്ടിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ കരിമീൻ വാഴയിലയിൽ പൊള്ളിച്ചതിൻ്റെ റെസിപ്പി കണ്ടല്ലോ, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങളിത് ഈ പെരുന്നാളിൻ്റെ അന്ന് രാത്രി ഞങ്ങളിതായിരുന്നു കേട്ടോ ഫുഡ്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ. അപ്പം ഞങ്ങളുടെ ഈ ഫാമിലി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പം എന്തെങ്കിലും ഞങ്ങളെല്ലാം കഴിച്ചു കഴിഞ്ഞു. അപ്പം ഓക്കെ, ബൈ.